കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിൽ ഹൈക്കോടതി ഇടപെടൽ. നിയമലംഘനം നടത്തുന്ന ബസ്സുകൾക്ക് കനത്ത പിഴ ചുമത്തണം. ബസ്സുകളുടെ സമയക്രമം മാറ്റണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി മുജിതബയുണ്ട്. മുജിതബ, സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ നിരവധി പേർക്കാണ് ഈ അടുത്തിടെ തന്നെ ജീവൻ നഷ്ടപ്പെട്ടത്. ഇപ്പോൾ എന്താണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ? എന്തൊക്കെയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്? ഹരി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ 2 ജീവനുകളാണ് ഈ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടത്. കൊച്ചിയിൽ തന്നെ, കൊച്ചി നഗരത്തിൽ തന്നെ 2 ജീവനുകൾ പൊലിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ഓട്ടോറിക്ഷകളുടെ നഗരത്തിലെ പെർമിറ്റുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ളൊരു കേസിൽ ഈ വിഷയവും കൂടി ഇതുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ആയി കോടതി ആ വിഷയത്തിൽ കൂടി ഇടപെട്ടിരുന്നു. ഇന്നിപ്പോൾ അതിന്റെ ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ്. ആ വിധിയിലാണ് ചില കാര്യങ്ങൾ കൂടി ഒരു നിർദ്ദേശമായിക്കൊണ്ട് ഹൈക്കോടതി മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് മരണപ്പാച്ചിൽ തുടർന്നാൽ അല്ലെങ്കിൽ അമിത വേഗത തുടർന്നാൽ കനത്ത പിഴ ചുമത്തണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, വീണ്ടും അങ്ങനെ പിഴ ചുമത്തിയ ശേഷവും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ആ പിഴത്തുക വർദ്ധിപ്പിക്കണം. വീണ്ടും കുറ്റകൃത്യം ആവർത്തിക്കുകയാണെങ്കിൽ ആ വാഹനങ്ങൾ പിടിച്ചെടുക്കണമെന്ന് വരെ കോടതി വാക്കാൽ നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്ര നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സമയക്രമം മാറ്റുക അല്ലെങ്കിൽ അവർക്ക് പിഴ ചുമത്തുക എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ സർക്കാരിന്റെ കൂടി നിലപാട് അറിയിക്കണമെന്ന് കോടതി ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെ ബസ്സുകളുടെ സമയക്രമത്തിൽ കാര്യമായ മാറ്റം വേണമെന്ന് കൂടി ഹൈക്കോടതി അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് ആ രൂപത്തിൽ സമയക്രമം മാറ്റണം. അത് ഒരു പരിധിവരെ ഈ മരണപ്പാച്ചിൽ കുറക്കാൻ കഴിയും. അതുകൊണ്ടാണ് കോടതി ആ ഒരു നിരീക്ഷണത്തിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ 5 മിനിറ്റ് ഇടവേളയാണ് കൃത്യമായി നിശ്ചയിക്കേണ്ടത്. ഗ്രാമപ്രദേശങ്ങളിൽ അത് 10 മിനിറ്റ് വരെ ഇടവേളയാകാം എന്നുള്ളൊരു നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തുണ്ട്. എന്തായാലും കൃത്യമായി തന്നെ ഈ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കനത്ത നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വരികയാണ്.